أولا يعلمون أن الله يعلم ما يسرون وما يعلنون ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. ആയത്ത് 77. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. തീർച്ചയായും അല്ലാഹു അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? ومنهم أميون لا يعلمون الكتاب إلا أماني. അവരിൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് വേദഗ്രന്ഥത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. കുറെ വ്യാജ മോഹങ്ങൾ അവർക്കുണ്ട്. അവർ ഊഹാപോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം. സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥം എഴുതുകയും ثم يقولون هذا من عند الله. ശേഷം ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് മഹാനാശം. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീലാ. അതിനു പകരം കുറഞ്ഞ വില കരസ്ഥമാക്കുന്നതിനാണ് അവരിപ്രകാരം പ്രവർത്തിക്കുന്നത്. ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം. അവർ അവരുടെ കരങ്ങൾ കൊണ്ട് എഴുതിയ കാരണത്താൽ അവർക്ക് നാശം. വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവർ സമ്പാദിച്ച കാരണത്താലും അവർക്ക് മഹാനാശം. ഈ ആയത്തുകളിൽ ആദ്യം അല്ലാഹു തആല യഹൂദികളിലെ കപടവിശ്വാസികളുടെ കാപഢ്യത്തിന്റെ അടിസ്ഥാന കാരണം ഉണർത്തി അവരെ ഉത്ബോധിപ്പിക്കുകയാണ്. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. കപടവിശ്വാസികളുടെ വലിയ തെറ്റിദ്ധാരണ, അതുപോലെ ജനങ്ങളോട് കാപഢ്യപൂർവ്വം വർത്തിക്കുന്നവരുടെ വലിയൊരു വിചാരം, ഞങ്ങളുടെ രഹസ്യം എന്തായിരുന്നാലും പരസ്യം ഇപ്രകാരമാണല്ലോ, അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ നമുക്ക് നല്ല പേരും പെരുമയും കിട്ടുമല്ലോ. പടച്ചവൻ ഉണർത്തുന്നു, അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും
അവർ ഉറക്കെ പറയുന്നതും രഹസ്യമാക്കി പറയുന്നതും എല്ലാം അറിയുന്നുണ്ട് അല്ലാഹു എന്നവർക്ക് വിവരമില്ലേ? അല്ലയോ ദാസന്മാരെ, നിങ്ങൾ ഈ വിവരം ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും വലിയ വിവരം പടച്ച തമ്പുരാനുണ്ട്. പടച്ചവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും അറിയുന്നവനാണ്, പരസ്യങ്ങളും അറിയുന്നവനാണ്. എല്ലാ രഹസ്യങ്ങളും പടച്ചവന് മുന്നിൽ പരസ്യമാണ്. ആ പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കിൻ. ഈ വിശ്വാസമില്ലായ്മയാണ് കാപട്യത്തിന്റെയും പല ദുർഗുണങ്ങളുടെയും അടിസ്ഥാനം. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഇന്നും നമ്മളുടെ പല രഹസ്യ തിന്മകളുടെയും അടിസ്ഥാനം ഈയൊരു വിശ്വാസത്തിന്റെ അഭാവവും ഈയൊരു ധ്യാനത്തിന്റെ കുറവുമാണ്. അല്ലാഹു എല്ലാം അറിയുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. രഹസ്യങ്ങളും പരസ്യങ്ങളും പടച്ചവന് വ്യക്തമാണ് എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ആയത്തിൽ പടച്ചതമ്പുരാൻ യഹൂദികളിലെ പൊതുജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അവസ്ഥ വിശേഷിപ്പിക്കുകയാണ്, വിവരിക്കുകയാണ്. وَمِنْهُمْ أُمِّيُّونَ لَا يَعْلَمُونَ الْكِتَابَ. അവരിൽ ഒരു കൂട്ടം ആളുകൾക്ക് മതപരമായി യാതൊരു വിവരവുമില്ല. ലാ യഅലമൂനൽ കിതാബ്, വിശിഷ്യ വേദഗ്രന്ഥത്തെപ്പറ്റി യാതൊരു അറിവുമില്ല. ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. കുറെ ഊഹാപോഹങ്ങളും വ്യാമോഹങ്ങളും അവർക്ക് നന്നായിട്ടുണ്ട്. അതിനെപ്പറ്റിയെല്ലാം അറിയാം എന്നതൊഴിച്ച് വേദഗ്രന്ഥത്തെക്കുറിച്ച് യാതൊരു വിവരവും അവർക്കില്ല. സുബ്ഹാനല്ലാഹ്, ഈ വചനം മുസ്ലിമീങ്ങളിലും വലിയൊരു വിഭാഗത്തിൽ പുലരുന്നില്ലയോ എന്ന് ഗഹനമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പൊതു മുസ്ലിമീങ്ങളെ വിടിൻ, നമസ്കാരാദി കാര്യങ്ങളോട് ബന്ധമുള്ള പലപ്പോഴും മസ്ജിദ്, മദ്രസകൾ, ദീനിന്റെ വിവിധ പരിശ്രമങ്ങളുമായി അടുത്തു കഴിയുന്ന, മാത്രമല്ല നേതൃത്വം വഹിക്കുന്ന ജനങ്ങളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന്റെ അവസ്ഥയല്ല ഇത്. വമിൻഹും ഉമ്മിയ്യൂൻ, മതപരമായ കാര്യത്തിൽ യാതൊരു വിവരവുമില്ല. ലാ യഅലമൂനൽ കിതാബ്, വിശുദ്ധ വേദങ്ങളെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം പോലും അറിയില്ല. ഖുർആൻ എന്തെല്ലാം ഉപദേശങ്ങളാണ് നൽകുന്നത് എന്നറിയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമുദായത്തിലെ സ്ത്രീജനങ്ങൾ പോലും പെൺകുട്ടികൾ പോലും സൂറത്തുൻ നിസാ, സൂറത്തുൽ മാഇദ മുതലായ സൂറത്തുകൾ പഠിച്ചിരിക്കണം. ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. കുറെ വ്യാമോഹങ്ങൾ, വിടുവായിത്തരങ്ങൾ, ഊഹാപോഹങ്ങൾ, അടിസ്ഥാനമില്ലാത്ത കഥകൾ, അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ പറയപ്പെടും കുറെ അന്ധവിശ്വാസങ്ങൾ. ഇതല്ലാതെ അവർക്ക് യാതൊരു വിവരവുമില്ല. സഹോദരങ്ങളെ, പരിഹസിക്കാനും ആക്ഷേപിക്കാനും പറയുന്നതല്ല, ആരംഭിക്കും പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ. ഒരു ദിവസം പത്രത്തിനും ടിവിക്കും അനാവശ്യ സംസാരങ്ങൾക്കും കൊടുക്കുന്ന സമയത്തിൽ നിന്നും കുറഞ്ഞ ഭാഗമെങ്കിലും ഖുർആനിന്റെ തണലിൽ കഴിച്ചുകൂട്ടിൻ, ഹദീസിന്റെ പൂങ്കാവനത്തിൽ കഴിച്ചുകൂട്ടിൻ, ഫിഖ്ഹുമായി ബന്ധപ്പെടിൻ, പണ്ഡിതന്മാരോടടുക്കിൻ, അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കിൻ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ റഹ്മാനായ റബ്ബ് ഇതെല്ലാം കരസ്ഥമാക്കൽ വളരെ എളുപ്പമാക്കിയിരിക്കുന്നു.
അതിനെ സ്വീകരിക്കും. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم. ഈ ആയത്തിൽ അല്ലാഹു തആല യഹൂദികളിലെ ദുഷിച്ച പണ്ഡിതന്മാരുടെ അവസ്ഥ വിവരിക്കുകയാണ്. അവർ സ്വന്തം കൈകൊണ്ട് കാര്യങ്ങൾ എഴുതും. ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. എന്നിട്ടവർ പറയും, ഇത് പടച്ചവന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ്. ദീനിലില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പടച്ചവൻ അറിയിച്ചതാണ്, ഞാൻ സ്വപ്നം കണ്ടു, എനിക്ക് ബോധോദയമുണ്ടായി, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങളിലൂടെ ദീനിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി. പണ്ടേ സമുദായം അനാചാരങ്ങളുടെ ഭാരത്തിൽ വീർപ്പ് മുട്ടുകയാണ്. അതിന്റെ കൂട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ തള്ളി കയറ്റിയിടും. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഇമാം ഖുർത്തുബി പറയുന്നു, ഫീ ഹാദിഹിൽ ആയ വല്ലതി ഖബ്ലഹാ അത്തഹ്ദീറു മിന തബ്ദീൽ വതഗ്യീർ വസിയാറത്തി ഫി ശറഅ്. ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതികൾ വരുത്തലും അതിലെ കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കലും കൂട്ടിച്ചേർക്കലും ഇതെല്ലാം കഠിന കുറ്റമാണെന്ന് ഈ ആയത്തിൽ മുന്നറിയിപ്പുണ്ട്. ആരെല്ലാം ദീനിൽ കാര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും കൂട്ടിച്ചേർക്കുകയും ദീനിലില്ലാത്ത കാര്യം ദീനിൽ വെച്ച് കെട്ടുകയും ചെയ്താൽ അവർക്കെല്ലാം കഠിനമായ മുന്നറിയിപ്പ് ഈ ആയത്ത് നൽകുന്നു. ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا. അള്ളാഹു പറയുന്നു, എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? കുറഞ്ഞ വില കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ്. വലിയ വിലയാണ് കിട്ടുന്നത്, പക്ഷേ ഖുർആൻ പറയുന്നു കുറഞ്ഞ വില. അതെ, അനാചാരങ്ങളിലൂടെ ലഭിക്കുന്ന വലിയ വിലയും യഥാർത്ഥത്തിൽ കുറഞ്ഞ വിലയാണ്. എന്തുകൊണ്ടാണ് കുറവ്? കേൾക്കുന്ന അടുത്ത വാക്ക്, فَوَيْلٌ لَهُمْ مِمَّا كَتَبَتْ أَيْدِيهِمْ. അവരുടെ എഴുത്തിന്റെ പേരിൽ അവർക്ക് നാശം. وَوَيْلٌ لَهُمْ مِمَّا يَكْسِبُونَ. അവരുടെ സമ്പാദ്യത്തിന്റെ പേരിലും അവർക്ക് നാശം. രണ്ട് കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത്. ഒന്ന്, കളവുകൾ എഴുതി പിടിപ്പിക്കുന്നു. എഴുത്തുപോലെ തന്നെയാണ് പ്രസംഗവും വ്യാഖ്യാനവും. കളവുകൾ വിളിച്ചു പറയുന്നു, എഴുതുന്നു. രണ്ട്, അതിന്റെ പേരിൽ സമ്പത്ത് സമ്പാദിക്കുന്നു. അല്ലാഹു തആല ഈ ആയത്തിലൂടെ കളവുകൾ പറയുന്ന, കളവുകൾ പ്രചരിപ്പിക്കുന്ന, അതിലൂടെ സമ്പത്ത് സമ്പാദിക്കുന്ന പണ്ഡിതന്മാർക്ക് കഠിനമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം, ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഊഹാപോഹങ്ങളിലും വ്യാമോഹങ്ങളിലും കുടുങ്ങിക്കിടക്കരുത്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും നന്മകൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും ദുർഗുണങ്ങളിൽ നിന്നും അല്ലാഹു നാം എല്ലാവരെയും അവന്റെ ഔദാര്യവും കൃപയും കാരുണ്യവും കൊണ്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ.